നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും കൃത്യം 7 മണിക്ക് തന്നെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 കോട്ടയം വയനാട് ജില്ലകളിൽ നടന്ന LDC എക്സാമിൻ്റെ 50 GK ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ 2017, 18, 19, 20 ഈ ഒരു ട്രെൻഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. കൂടാതെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി പഠിക്കുകയും ചെയ്യാം. നമ്മൾ റാങ്ക് ഫയൽ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? അപ്പോൾ ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ദയാഭായിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ഒറ്റയാൾ. അടുത്ത ചോദ്യം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത്. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ശാസ്ത്രകാരൻ ആരാണ്? ഗലീലിയോ ഗലീലി. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിനടുത്താണ്, ബംഗാൾ ഉൾക്കടൽ. ഇക്കോ വന്യജീവി സങ്കേതത്തിന് പ്രസിദ്ധമായ ഭിട്ടാർ കണിക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭിട്ടാർ കണിക ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷ. അപ്പോൾ ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഭിട്ടാർ കണിക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ്? ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ചിൽക്ക തടാകം. ഏതാണ്? ചിൽക്ക തടാകം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? തെങ്ങാണ് 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. കേരള കായിക ദിനം എന്നാണ്? കേരള കായിക ദിനം ഒക്ടോബർ 13. GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്, അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 കായലുകൾക്കാണ് കടലുമായി നേരിട്ട് ബന്ധമുള്ളത്. അടുത്ത ചോദ്യം, 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവനാണ്, കണ്ണൻ ദേവൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഏതാണ്? ഗ്യാൻ ദർശൻ. ഏതാണ്? ഗ്യാൻ ദർശൻ. ഈയിടെ, അതായത് 2017 ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡയാണ്, കാനഡ. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേര് എന്താണ്? നീതി ആയോഗ്, നീതി ആയോഗ്. ദൂരദർശൻ ആരംഭിച്ചത് എന്നാണ്? 1976 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ദൂരദർശൻ ആരംഭിച്ചത്. 1976 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ദൂരദർശൻ ആരംഭിച്ചത്. വാട്സാപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ഫേസ്ബുക്കിന്റെ കീഴിലാണ് വാട്സാപ്പ്.
ഗോവയിലെ ബോം ജീസസ് ബസലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏത്? സേ കത്തീഡ്രൽ ആണ് ഗോവയിലെ ബോം ജീസസ് ബസലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏതാണ്? സേ കത്തീഡ്രൽ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്ര രൂപയാണ്? 5 രൂപയാണ്. എത്ര രൂപയാണ്? 5 രൂപ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖൂം. ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? പശ്ചിമ ബംഗാളിലാണ് ഖൂം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേണൽ GV രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? സാഞ്ചി സ്തൂപം ഉള്ളത് ഭോപ്പാൽ നഗരത്തിന്റെ അടുത്താണ്. അപ്പം ഭോപ്പാൽ നഗരത്തിന്റെ അടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? കേരളത്തിൻ്റെതാണ്. കേരളം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. 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 ഹംപി ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യം. ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? നവംബർ 26 ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ഏത് വർഷമാണ്? 1986 ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത്. ഏത് വർഷമാണ്? 1986. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി ആരാണ്? SK നായരാണ്. SK നായർ. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിക്കൺ ആണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.67 × 10⁻⁻27 കിലോഗ്രാം. 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ നിക്കലിനെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. നിക്കൽ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലോജൻ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ഹാലോജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ് മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കമാണ് ഘൂർണന ചലനത്തിന് ഉദാഹരണം. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ. അടുത്ത ചോദ്യം, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾക്ക് എന്ത് പേര് പറയും? ഐസോടോപ്പുകൾ എന്നാണ് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഐസോടോപ്സ്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്.
അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ്? അന്നജമാണ്. അന്നജം. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പിലാണ്. മങ്കൊമ്പ് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് മങ്കൊമ്പ്. ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. കൂണി കൾച്ചർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൂണി കൾച്ചർ മുയൽ വളർത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. മുയൽ വളർത്തൽ, കൂണി കൾച്ചർ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ്? കത്തിക്കലാണ്. കത്തിക്കൽ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരളാണ്. കരൾ. രാസപരീക്ഷണശാലയായ കരളാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ്. അവസാനത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തത് ഏതാണ്? പേപ്പാറയാണ് നാഷണൽ പാർക്ക് അല്ലാത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 50 ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചോദ്യപേപ്പറും മറ്റു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്